ഇതാണ് സാക്ഷാൽ മലാന ക്രീം. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ്. ബർസേരി എന്ന് പറഞ്ഞൊരു ഹിമാലയൻ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എങ്ങനെയൊക്കെ ഇവിടെ എത്തിപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് എ പെർഫെക്റ്റ് മിസ്റ്റേക്ക്. 2 കൂട്ടുകാരെ കിട്ടി ഡൽഹിയിൽ നിന്നുള്ളത്. അപ്പോൾ അവർ ഇന്നലെ കണ്ടുമുട്ടിയപ്പോൾ അവർ പറഞ്ഞു, ആക്ച്വലി മണാലിയിലേക്ക് തിരിച്ച് ഞാൻ എന്നെ അവിടെ ഒരു ചായക്കടന്ന് പുള്ളിക്കാരൻ നമ്മളെ മലാന ഗ്രാമമില്ലേ, ആ ഗ്രാമത്തിലേക്ക് വഴിതിരിച്ചു. അങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഇവരെ കണ്ടിട്ട് ഇവർ പറഞ്ഞു, എന്നോട് ചോദിച്ചാൽ എവിടെയാണ് പോകുന്നത്. ഞാൻ മലാനയിലേക്ക് പോകുന്നത്. ഒന്ന് ഇവിടെ മലാന കഴിഞ്ഞ് ലാസ്റ്റ് തോഷ് എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്, അവിടെ ഗീർഗംഗ എന്ന് പറഞ്ഞൊരു ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പോവാം. അപ്പോൾ ഇന്ന് ആ ഗീർഗംഗ KHWRGNGA. അപ്പോൾ ഞാൻ ഇന്ന് ആ ട്രക്കിങ്ങിന് പോവാണ്. 6 മണിക്കൂറുണ്ട്. 6 മണിക്കൂർ കയറ്റം, 6 മണിക്കൂർ ഇറക്കം. പിന്നെ മുകളിൽ വേണ്ടെങ്കിൽ താമസിക്കാം. പക്ഷെ അതില്ല. ഇപ്പോൾ സമയം രാവിലെ 7 മണി ആയില്ല, 6:45. അപ്പോൾ ഞങ്ങളെ ഒരു പ്ലാൻ അനുസരിച്ച് ഇവിടുന്ന് കയറി അവിടേക്ക് ഒന്ന് കറങ്ങി തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ടാണ്. നോക്കാം. ഇപ്പം ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലമാണിത്. തണുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടാറ് കിണ്ണം കാച്ചി തണുപ്പാണ്. തവാങ്ങിന് ശേഷം, പക്ഷേ തവാങ്ങിന് ഡബിളാണ് കേട്ടോ. തവാങ്ങിനെ കാട്ടി തണുപ്പുണ്ട് ഇവിടെ. ഇനി മുകളിലേക്ക് പോകുന്തോറും തണുപ്പ് കൂടുകയാണ് ചെയ്യുക. ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ വരുന്നത്രേ. അതൊരു 8 മണിയാവും ഇവിടേക്ക് എത്താൻ. ചെറിയൊരു നദിയാണ് താഴെക്കൂടെ ഒഴുകിക്കൊടുക്കുന്നത്. ബൈക്കൊക്കെ അങ്ങ് താഴെയാണുള്ളത്. താഴെ വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് നടക്കണം. സേഫാണ്, പ്രശ്നമൊന്നുമില്ല. ആപ്പിളിൻ്റെ മരം കേട്ടോ, ആപ്പിളാണ്. ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞു. ഒരു കുറച്ച് നാൾ മുന്നേ ആണെങ്കിൽ തികച്ചും പൂത്ത് നിൽക്കുന്നതായിരുന്നു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇവിടുത്തെ ഒരു ചങ്ങായി ആസാംകാരനുണ്ട്, ആസാം. ടെൻറ്റ് സ്റ്റേ ഉണ്ട്. ടെൻറ്റ് സ്റ്റേക്ക് 1000 രൂപ. പക്ഷെ ഞങ്ങൾ ടെൻ്റെല്ലാം എടുത്തത്, തണുത്ത് ഞങ്ങളുടെ പരിപ്പടയുണ്ട്, റൂമാണ് എടുത്തത്. ഷെയർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 600 രൂപയുടെ റൂമാണ്. ഞങ്ങൾ 3 പേരും കൂടി ഷെയർ ചെയ്തു. അപ്പോൾ ഒരാൾക്ക് 200 രൂപ. നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾ നിന്നേ. ഓക്കെ ഹലോ लेट मत करो अभी, टाइम हो गया. അപ്പോൾ ഇവിടെയായിരുന്നു ഇതിനകത്ത് താമസം. മരം ഫുള്ളായിട്ട്. അവിടെ ഇതിനകത്ത് നല്ല തണുപ്പാണ്, പക്ഷേ അകത്ത് നല്ല ചൂടാണ്, നല്ല ഹോട്ടായിട്ട് അകത്ത്. ഞങ്ങൾ ഇറങ്ങി. സമയം 7:33. ഓഷോ ചായ കൂടി കുടിച്ചിട്ട് പോവാം. കാരണം ഇവിടെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, എല്ലാം വളരെ കോസ്റ്റ്ലിയാണ്. റൂമിൻ്റെ റെൻ്റ് ഒഴികെ വളരെ കോസ്റ്റ്ലിയാണ്. ഇന്നലെ ഒരു ചോറ് കഴിച്ചു 150 രൂപ. ചോറിൻ്റെ കൂടെ ചിക്കനും വേണമെങ്കിൽ 250 രൂപ. ഇനി മുകളിലേക്ക് പോകുന്നതോറും വമ്പൻ കോസ്റ്റ്ലിയാണ്. കാരണം നമ്മൾ ഇവിടെ കണ്ടില്ലേ, എന്താ ഇപ്പോൾ നമ്മളെ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് കണ്ട പോലെ സാധനം മുകളിലെത്തിക്കേണ്ട ഒരു പ്രശ്നം കൊണ്ട് തന്നെ എല്ലാം വളരെ കോസ്റ്റ്ലിയാണ്. പിന്നെ അതുകൊണ്ട് ഭക്ഷണം ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഇവരെന്നെ ലേറ്റ് ആക്കും കേട്ടോ. ഞാൻ 7 മണിക്ക് എണീറ്റ് കുത്തിരിക്കാൻ തുടങ്ങിയതാണ്. നമ്മൾ പണ്ട് മുതൽ ശീലിച്ചു വരുന്ന ഓരോ പരിപാടികളില്ലേ, അതുകൊണ്ട് പോവാം. ഇതിലോട്ട് അങ്ങ് കയറണം. കയറി മുകളിലെത്തണം. ഞാനൊരു ഷൂ വാങ്ങി 100 രൂപ. ഇതാ ജർമ്മൻ ഷെപ്പേർഡൊന്നുമല്ല കേട്ടോ, നാടൻ പട്ടിയാണ്. പക്ഷേങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ പ്രത്യേകതയാണ്, നല്ല രോഗം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതോ ഹമാരെ ദർവാസ है ना, उधर सो गया था कल. अरे मन्नाकी मैं तो कर ला. ठीक है आजा. തണുപ്പ് നമ്മൾ അടിക്കുന്നുണ്ട്. വെയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ചൂടുണ്ടാവും. जल्दी आना.
वापस आना है आज। നമ്മൾ താഴ്ന്ന് വിട്ട് കഴിഞ്ഞാൽ ഏകദേശം 3 മണിക്കൂർ വരെ നമുക്ക് മൊബൈൽ റേഞ്ച് ഉണ്ടാവും. പിന്നെ റേഞ്ച് കട്ടാവും, ഓൺലൈനൊന്നും കിട്ടില്ല. ചെറിയ ചെറിയ ഗ്രാമങ്ങളാട്ടോ, എല്ലാ മലയുടെ മുകളിലും ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. അവിടെയൊക്കെ ഫുൾ നേക്കഡായിട്ടുള്ള ഹിൽസാണ്. അതിൻ്റെ മുകളിൽ മഞ്ഞുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് തന്നെയാണ് ഇവരുടെ പ്രധാന ജീവിത വരുമാന മാർഗവും. ഈ പോകുന്ന വഴിയിൽ ഫുള്ളായിട്ട് കഫേ ഉണ്ട്. പക്ഷേ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ വമ്പം പൈസയാണ്. ഒരു സൂപ്പർ ഗ്ലൂവിന് 10 രൂപയാണ്. കുത്തി അടക്കാൻ വേണ്ടി സ്റ്റിക്ക് വേണ്ടിക്ക് എടുക്കാം. സ്റ്റിക്കിന് 50 രൂപ പാടാക്ക്. ഷൂസിന് 100 രൂപ. രാസ്ത കാസെ ആവുക. ഗൈഡിനെ കൂട്ടണം. ഗൈഡിനെ കൊടുക്കണം പൈസ. 1200 രൂപയാണ്. ഗൈഡിനെ കൂട്ടിയിട്ടാ ആവില്ല. ഗൈഡിനെ കൂട്ടി ചോദിച്ചു പോ. ആ സൂര്യനിങ്ങനെ ഉച്ച വരുമ്പോൾ ഉണ്ടല്ലോ, എന്ത് രസാന്നരാ കാണാൻ. സ്റ്റഫിൻ്റെ ഒരു പൂരാണ് ഇവിടെ. ഒരു പ്രശ്നമില്ല. കഞ്ചാവ് ആയിക്കോട്ടെ, ക്രീം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കുപ്പി ആയിക്കോട്ടെ. എന്നാൽ രാത്രി എൻ്റെ കൂടെ ഉണ്ടായിരുന്നതൊക്കെ ഒരേ അടിയാണ് ആ രീതിയിൽ. ഇത് സാധനം ഏത് മാല് പണി നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. കാരണം ഈ തണുപ്പിന് ഞാനൊന്നും പറയില്ല, എന്തടിച്ചതൊന്നും പറയില്ല. ഗൈഡിനെ കിട്ടില്ല എന്നല്ല ആദ്യം ഉണ്ടല്ലോ. അവിടെ നല്ല വെയിൽ, ഇവിടെ വെയിലില്ല. അതെ, പോകുന്ന വഴിക്ക് വെള്ളം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എനിക്ക് എവിടെ നിന്നായാലും നല്ല പ്യുവർ വാട്ടറാണ്, വിശ്വസിച്ച് കുടിക്കാം. അത്രയും ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. ഇതുപോലെ ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒരുപാടുണ്ടാവും പോകുന്ന വഴി. अरे कुत्ता लोग उधर तक आएगा क्या? അടിപൊളിയല്ലേ? വഴിയിൽ നിന്ന് മാറി നിൽക്കടാ. കടന്നു വേണ. അവളെൻ്റെ കൂടെ കൂടിയിട്ടാ. ഇച്ചിരി ഹാർഡായി തുടങ്ങിയിട്ടാ. ഇതുവരെ പിന്നെ സോഫ്റ്റ് ആയിരുന്നു, ഇപ്പോൾ ഹാർഡായി വരുന്നുണ്ട്.
നമ്മുടെ ലിവിങ് റോഡ് ബ്രിഡ്ജ് ഓർമ്മ വരുന്നത്. അത് സ്റ്റെപ്പായിരുന്നല്ലോ. സ്റ്റെപ്പല്ല, പക്ഷെ കാലാവസ്ഥ അടിപൊളിയാ. തണുപ്പും ചെറിയ കാറ്റും ഒരു ക്യൂട്ടി. പിന്നെ ആയിരുന്നു നോക്കി നടക്കുന്നത്. നീ കൊണ്ടല്ലോ ഒരു കൂട്ടര്. കണ്ടോ അതെ, ആ വെള്ളപ്പൊട്ടിനെ കണ്ടോ? എൻ്റെ അമ്മ, ഇതിനെ കാണുമ്പോൾ പേടിയാവുന്നു എനിക്കിത്. പോടാ. ചലേജാ ആ വെള്ളപ്പെട്ടി. അത് ഞാൻ അവിടെ ചായ കുടിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടേ. അവൾ അങ്ങ് ദൂരെ പോയി നിൽക്കും, എന്നിട്ട് എന്നെ വെയിറ്റ് ചെയ്യും. ഏതോ ഹൈ ബ്രീഡാന്ന് തോന്നട്ടോ അത്. ഐ എം കമ്മിങ്. പോവാ ചൽ. ദേ നോക്കണതാ, നമ്മൾ കുറച്ച് ലേറ്റായി പോയേ. അതെ, അവളവിടെ ഇരിക്കുന്നു. എന്തായാലും പട്ടി തന്നെ. ചായ കുടിക്കുമ്പോൾ ജസ്റ്റ് അതിന് കഴുത്തിനൊന്നും തടവിയിട്ടില്ല. എൻ്റെ സ്നേഹം കണ്ടോ നിങ്ങൾ? അरे कुछ दिख रहे होगा लग रहा है हैं? हाँ എന്തോ കണ്ടു കേട്ടോ, വല്ല മുയലോ അങ്ങനെ എന്തോ കണ്ടെന്നോ. അതെ, എല്ലാം മുകളിലേക്ക് വാങ്ങി പോയി. എൻ്റെ അമ്മേ, നടക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി, പക്ഷെ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. 1 മണിക്കൂർ വരെയുള്ള കാര്യങ്ങൾ. പട്ടിയൊക്കെ വരെ ദാഹം, പച്ചങ്ങൾ വരെ വെള്ളം കുടിച്ചു. अभी थोड़ा और चल के दे വേറൊരു ഗ്രാമം. तू देख ले, छोटा सा झरना है. नहीं, हिमाचल प्रदेश. പുള്ളിക്കാരനൊന്ന് വീണു. അവിടെ ചളി ഉണ്ടായിരുന്നു, കല്ല് ചവിട്ടി സ്ലിപ്പായി വീണു. ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ കൈയൊന്ന് കഴുകുകയാണ്. നഷ്ടപ്പെട്ടു ചേട്ടാ. ഇങ്ങ कहाँ गए थे? ये हमारे साथ रास्ते है. ये रास्ते है हमारे. उधर से है, नीचे से है. हम लोग को तो सुबह मिला. നഷ്ടപ്പെട്ടു ചേട്ടാ, തിരിച്ചിട്ടി. श्याम सिंह श्याम सिंह from Ranchi, Jharkhand. रांची. विजय राज कहाँ से? बोकारो. वो कहाँ है? झारखंड. അപ്പോൾ നമ്മളെ എൻ്റെ സ്ട്രെങ്ത് കൂടിയിട്ടോ. 1 3 ആയി, 3 പിന്നെ 5 ആയി. എത്ര പെട്ടെന്നാണെന്നറിയാം ഒരു ബോണ്ട് ക്രിയേറ്റ് ആകുന്നത്. ഉണ്ടോ ആദ്യത്തെ കഫേ? നമുക്ക് റേറ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. अरे बिस्किट कितना है? 20. ये 20 है. एक बिस्किट देना मेरे को, कुत्ता को खिलाता. बैठना है. go.
ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും തോറും പൈസ കൂടുകയാണ്. പരമാവധി ഏറ്റവും താഴത്തുനിന്ന് വെള്ളമായാലും എന്ത് ഭക്ഷണമായാലും കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. താഴെയില്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലത്ത് വെള്ളത്തിന് മിനറൽ വാട്ടറിൻ്റെ കുപ്പിക്ക് 30 ഇപ്പോൾ 50. ഓരോ സ്റ്റെപ്പ് വെക്കുന്നതോറും ഓരോ പൈസ കൂടും. മുകളിൽ പിന്നെയും കൂടും. ഏറ്റവും മുകളിൽ ഊണിന് 300 രൂപയാണെന്നാണ് പറഞ്ഞത്. വെയിലത്ത് വെക്കുമ്പോൾ എന്താ സുഖം എന്നറിയാം, നല്ല ചൂട്. ഓക്കെ ऐसे धूप में खड़ा है वो. മോളിൻ്റെ എൻ്റെ വിരൽ ചെയ്യുന്ന കൃത്യം ആ പോയിന്റിൽ മഞ്ഞാണ്, മഞ്ഞ്. വാ 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 ഉണ്ടോ? ഞങ്ങൾ വിട്ടു, ഞങ്ങളുടെ കൂടെ തന്നെ അതും വരും, മറ്റേയാളും വരും. अरे वो उन लोगों के साथ मत जाने दो उनको. नहीं जाएगा. अरे जाएगा जाएगा. हाँ आएगा वो यार, कल रात से हमारे साथ है वो, आएगा जरूर. कल रात से आजा आजा. आएगा हाँ वो, कल रात में. ആ വെള്ളം പട്ടിയില്ലേ, അത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ മലേൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളുമാണ്. കയറ്റം കയറ്റം പമ്പ കയറ്റം. आजा आजा जल्दी आजा. वाह കം കം കം. വിസിൽ വിളിക്കാൻ വരെ പറ്റത്തില്ല എനിക്ക്. Come on. വാ ക്ഷീണിച്ചോ? കം. അക്രമം വേണ്ട, ശാന്തമാവൂ, സ്നേഹിക്കൂ. എൻ്റെ മോള് പതിയെ പോകുന്നുണ്ട്. സ്റ്റോപ്പ്. പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞങ്ങൾ പരസ്പരം കടിയും പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളൊന്നും ചെയ്യുന്നില്ല. വ്യൂ കാണിച്ചേ. बेबी आने दो उनको आराम से. कैसे आ गया?
कैसे फिसल रहा है ഭയങ്കരമായിട്ട് വഴുതി മുട്ടുണ്ടാകും. Go. Come on. Wow. आजा तू इधर ही आजा. कुछ नहीं होगा, आजा, कुछ नहीं होगा. किसी के साथ है? हमारे साथ है, नीचे से है, कुछ नहीं होगा. नहीं आपका खुद का है कि नहीं नहीं है, नीचे का है. ട്രക്കിങ്ങിന്റെ ഒരു ത്രില്ലുണ്ടോ? ചെറിയ കൊച്ചിനൊക്കെ ആയിട്ടാണ് ഒരാൾ വരുന്നത്. നമ്മളെ വെള്ളപ്പട്ടി പോയിട്ടോ. എല്ലാവരും എല്ലാവരും അതിനെ വിളിച്ചോണ്ടിരിക്കാം. വരുന്നുണ്ട്, വരുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് വിഷമം ആ പട്ടി പോയതിന്. ബാക്കിയെല്ലാം നമ്മളെ കൂടെ ഉണ്ട്. ആ വെള്ളമില്ല, അതിനെ വിസിലടിച്ച് വരുത്തിക്കാം. വരുന്നുണ്ടത് അല്ലോ നിങ്ങൾ ആരാ അവള് പോയിട്ടോ. അവള് പോയി. അങ്ങനെ എത്ര പേര് പോകുന്നല്ലേ. Short way to पानी पी लो जाओ. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് വേ പിടിച്ചു. അധികം ഷോട്ടൊന്നുമില്ല, 2 മിനിറ്റ് ഷോട്ടേ ഉള്ളൂ. പോലും നമ്മൾ നേരത്തെ കണ്ട ആ മഞ്ഞിൻ്റെ മലയൊക്കെ ഇതേ ഇപ്പോൾ അടുത്തടുത്ത് വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ പിന്നെ പൈസ കൂടി. നേരത്തെ ഒരു കൊക്കക്കോള വാങ്ങിയതിന് 60 ആയിരുന്നു. ഈ കഫേയിൽ ഇതേ താഴത്ത് കാണുന്ന കഫേയിൽ നിന്ന് ഇപ്പോൾ ഒരു കൊക്കക്കോള വാങ്ങിയപ്പോൾ 80 ആയി. ഒരു 2 കിലോമീറ്റർ വന്നപ്പോൾ 20 രൂപ കൂടി. हाय, क्या बना रहा है? मैगी? मैगी खाना बन रहा है. खाना कितना मैगी को? 60. मैगी का 60. കുടിവെള്ളം നോക്കാം കേട്ടോ, ശുദ്ധമായ കുടിവെള്ളം. बीटी बनाई थे क्या हो गया? ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നതാട്ടോ അത്ഭുതം. അവരെടുത്തിട്ട് ആ ഒരു എന്താ പറയണ്ടേ, ഒരു എനർജി ഉണ്ടല്ലോ, ട്രക്ക് ചെയ്യാനുള്ള ഒരു ആവേശം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളെ കാണിക്കണം ചെറിയ കുട്ടികളെ. നമ്മളെടുത്താണെങ്കിൽ എവിടെയും കൊണ്ടുപോകുമോ? ഒരു സ്ഥലത്ത് കൊണ്ടുപോകില്ല. പൈതൽമല കൊണ്ടുപോകണമെങ്കിൽ തന്നെ മിനിമം ഒരു 6 വയസ്സും പോകും. अरे नहीं ठीक है फिर यार.
ബാക്കി എല്ലാവരും പോയി. ആൾക്കാരുണ്ട്. അവളല്ല അവൻ മാത്രം ബാക്കി. നമ്മളെ കൂട്ടുകാരൻ പാഡോമീറ്ററിന് പറഞ്ഞിട്ട് എന്തോ ഒരു ആപ്ലിക്കേഷൻ ഇട്ട് നോക്കിയപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 14,000 സ്റ്റെപ്പ് വെച്ചു എന്നാണ് പറഞ്ഞത്. 14,000 സ്റ്റെപ്പ്. ഇപ്പം ഇനിയും ഏകദേശം 1 മണിക്കൂർ നടക്കാനുണ്ട്. ഏകദേശം ടോപ്പിലെത്തി. നിങ്ങൾക്ക് കാണാം. ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചു. രക്ഷയില്ല. എല്ലാവരുടെയും അവസ്ഥ വളരെ പരിതാപകരമായിട്ടുണ്ട്. 6 മണിക്കൂറോളം നടന്നു ഞങ്ങളിപ്പോൾ. സമയം 1 മണി. 8:30 വിട്ടതാ. 9:30, 10:30, 11:30, 12:30, 5 മണിക്കൂർ നടന്നു. ഞങ്ങൾ വളരെ ഫാസ്റ്റാണ്. അതുകൊണ്ട് പെട്ടെന്ന് എത്തി. നിങ്ങൾ സ്ഥലം നോക്കി. ഭക്ഷണത്തിൻ്റെ റേറ്റാണ് കൊല്ലുന്നത്. 2 ചപ്പാത്തിയും ചോറും പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടി 350 രൂപ. കേട്ടോ, ഇങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് സാധനം കൊണ്ടുവരിക. വേലപ്പുറത്തൊക്കെ വെച്ച് കിട്ടിയിട്ട്. मिलेगा 2 घंटे भाई बता रहा हूँ. यहाँ गाँव बंदा कहाँ है? मान लेकर അതുകൊണ്ടാണ് പൈസ കൂടുതൽ. കാരണം താഴേന്ന് വേറെ ഒരു ട്രാൻസ്പോർട്ടേഷൻ മാർഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ പ്രത്യേക വൈബാണ് ഇവിടെ. वाटर ऊपर गया, वाटर के ऊपर गए 350. कितना पैसा बोला था? 280. ഇത് 250 കേട്ടോ, 350 അല്ല. ചിക്കനും കൂടി ആകുമ്പോഴാണ് 250 രൂപ. 2 റൊട്ടി, പനീറിൻ്റെ സബ്ജി, ദാല്, ഇതും ദാല്. 250 രൂപ. ഇനി ഇവിടെ ഒരു കുളമുണ്ട്. സംഗതി ഇപ്പോൾ ഞങ്ങൾ ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. ബാക്കി എല്ലാം തണുപ്പാണ്. പക്ഷെ അവിടെ ചൂട് വെള്ളമാണെന്നാണ് പറയുന്നത്. ഒരു അത്ഭുതമാണ് സംഗതി. അപ്പം നമുക്ക് അവിടെ കുളിക്കാം. അതെ, വെൽക്കം ടു ഗീർഖങ്ക മാതാ. Dear visitor, I respectfully request you to keep clean the holy place. Do not make noise, keep calm. Don't make this rules if you do the wrong. ഇതിന് റൂളൊക്കെ ഉണ്ട്. അതായത് ഒരു ഹോളി പ്ലേസാണ്, ഒരു വിശുദ്ധമായ സ്ഥലമാണ്. അധികം അഴുക്കും കാര്യങ്ങളൊന്നും നോക്കാൻ പാടില്ല. ചൂട് വെള്ളത്തിൽ ഇത്രയും ഹൈ ആറ്റിറ്റ്യൂഡിൽ കുളിക്കാം. ചെറിയൊരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ താഴെ കാണുന്നതാണ് ആ കുളം. നല്ല ഞാൻ തൊട്ട് നോക്കി, നല്ല അടിപൊളി ചൂട് വെള്ളം വരുന്നത്. അതിന് പുറകിലുള്ള സയൻസ് എന്താണെന്നൊന്നും അറിയില്ല. സംഗതി എന്തായാലും ഞെട്ടിച്ചു കളഞ്ഞു. ഇത്രയും ഹൈറ്റിൽ ഇങ്ങനെ ഒരു അമ്പലം. ഓം നമ ശിവായ. ശിവനാണ് കേട്ടോ പ്രതിഷ്ഠ. അന്തർജാന മന ഹെ. ഇതിനകത്ത് കയറാൻ പറ്റില്ല. പാനിസെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മറ്റേ പുക വരുന്നത് ചൂട് വെള്ളമാണ് വരുന്നത്. ചൂട് വെള്ളം.
വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടം പറ്റിപ്പോയാൽ കേട്ടോ. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു മാജിക്കാണ് സംഭവിച്ചത്. ഞാൻ അവരെ കണ്ടുമുട്ടിയതും കൃത്യമായിട്ട് ഒരേ ഫ്രീക്വൻസിയിൽ 5 പേരാണ് കിട്ടിയത്. ഡൽഹി, ജാർഖണ്ഡ്. ഏത് സമയവും പറഞ്ഞ വെൽക്കം ആണ്, മോസ്റ്റ് വെൽക്കം. ഏത് സമയവും വരാം, താമസിക്കാം, ഭക്ഷണം കാര്യങ്ങൾ സകലത് റെഡിയാണ് അവിടെ. ജാർഖണ്ഡ് എനിക്കിനി പോകാൻ പറ്റില്ല, അപ്പോൾ ബീഹാറിനടുത്താണല്ലോ വരുന്നത്. ഒരു പ്രാവശ്യം കൂടി പോകണം. എന്താ പറയണ്ട, അമേസിങ്, പ്രൈസ്ലെസ് വ്യൂ. എത്ര പറയണം, ജസ്റ്റ് പ്രൈസ്ലെസ് വ്യൂ. ഷർട്ടം കഴിക്കുമ്പോഴേക്ക് തണുത്ത് പറക്കാണ്. അടിപൊളി ചൂട്, നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഡബിൾ എത്തി ചൂടാക്കാം. भाई 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 क्या बोल रहे हो? ग्रेट, क्या कह रहे हो? സോപ്പൊക്കെ തേച്ച് വൃത്തിയായതിനു ശേഷം മാത്രമേ അകത്ത് പോകാൻ പാടുള്ളൂ. അകത്തെത്തിട്ടോ. പോയാലും മലയാളി ഉണ്ടാവുന്നത് ഇവിടെ ഉണ്ട്. ആരുടെ മലയാളികള്? 4 പേര്. അഖിൽ കണ്ണൂർ, എറണാകുളം. ഓക്കെ, ഇവരോ മലയാളി തന്നെ? എവിടെ സ്ഥലം? എറണാകുളം തന്നെ എല്ലാവരും. എന്താ പേരെന്താ? ജോജോ, അഖിൽ, നിഖിൽ, മിഥിലാജ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. എറണാകുളത്ത്. എല്ലാവരും ഞാൻ ഇവിടത്തേക്ക് ആയിട്ട് വന്നതാണോ? അല്ല ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതെയാ, ഞാനങ്ങനെ ചുറ്റി. ആ, 2-3 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. അതെയാ, ഞാൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ. ഇപ്പൊ ഇവിടെ എത്തി. എവിടെ? ഞാൻ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബൈക്കിലാണ്. എഴുന്നേക്കാൻ തോന്നുന്നില്ല കേട്ടോ ആശാന്മാരെ. മലയാളികളുണ്ട്. ശരിക്കും തണുത്ത വെള്ളമാണെങ്കിൽ എൻ്റെ ശവടക്കും അടിയന്തരമൊക്കെ ഇത് മുന്നേ തീർന്നിട്ടുണ്ടാവും. പക്ഷേ ഈ വെള്ളം അത്രയ്ക്ക് ചൂടാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മണാലിലേക്ക് പോകാനാണെങ്കിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നമ്മുടെ കാലൊന്നും പോകുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് ശരിയാവും പറഞ്ഞു. കാലൊന്നും പോകുന്നുണ്ട്. സ്കിന്ന് പോകണ്ടോ പറയുന്നത്? നിങ്ങൾ എത്ര സമയം എവിടെ? ഞങ്ങളിവിടെ ഇറങ്ങുന്നുള്ളൂ. അതെയാ, എന്നെ മനസ്സിലായപ്പോ നേരത്തെ മലയാളം പറയണ കേട്ടു താഴ്ത്തുന്നു. ഞാൻ നല്ല ചൂടുവെള്ളാണെന്ന് പറയുന്നത്. അത് മലയാളി എല്ലാം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ മദ്യവെച്ചിട്ടില്ല ഇതുവരെ, പക്ഷെ എനിക്കൊരു കിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഉള്ളതാണത്. പക്ഷെ കുളിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും പറയുന്നത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നു. അമ്മാതിരി ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന. ഇപ്പം തന്നെ എന്താ പറയണ്ട, ഒരു പാറി പറക്കുന്ന അവസ്ഥ. നാട്ടിൽ നിന്ന് ചൂടെടുത്ത് കുളിക്കുന്ന പോലെ. ഇതെന്തോ ലാവയുടെ ഒക്കെ, ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള കാരണം അറിയില്ല കൃത്യമായിട്ട് പറഞ്ഞാൽ. ഭൂമിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ചൂടുവെള്ളമല്ലേ. അമേസിങ്. വരികയാണെങ്കിൽ പറഞ്ഞത്, കാരണം ഇവിടെ മാത്രമേ എനിക്ക് ഈ ഒരു ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഇന്ത്യയിൽ തോന്നുന്നത്. ഹോട്ട് സ്പ്രിങ്സ് ഒരുപാട് സ്ഥലത്തുണ്ട്, പക്ഷേ ഇത്ര ചൂടും കുളിക്കാനൊക്കെയുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും കിട്ടില്ല. തവാങ്ങനൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്നു, ആ ജസ്റ്റ് നമ്മളെ കാലൊന്ന് ഡിപ്പ് ചെയ്യുക, അത്ര മാത്രമേ പറ്റുള്ളൂ. ഇത് അമേസിങ് ആയിരുന്നു. ആ പുള്ളിക്കാരന്മാർ എനിക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം പോയിട്ടില്ലെങ്കിൽ താഴെ എത്താൻ പറ്റില്ല. ഇവിടുന്ന് 2.5 മണിക്കൂറെങ്കിലും എത്തണം താഴെ. ഇനിയിപ്പോൾ ലഡാക്കിലേക്ക് സ്നോഫാൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഞായറാഴ്ച. അപ്പോൾ ഇപ്പം ഇന്ന് ഇവിടെ വിട്ടില്ലെങ്കിൽ ആകെ പണിപാടും. സ്നോഫാളും കൂടി പെയ്ത് കഴിഞ്ഞാൽ ക്രോത്തംബേഴ്സും കാര്യങ്ങളൊക്കെ റോഡ് ബ്ലോക്കാവും, കയറാൻ പറ്റില്ല. ഓക്കെ, ശരിക്കും ഇപ്പോഴാണ് ആൾക്കാരുടെ ഒരു ഒഴുക്ക് തുടങ്ങിയത്. ഉണ്ടല്ലേ, തെച്ചും ഒരുപാട് ആൾക്കാർ. അതായത് ഈ ടെൻറ്റിൽ സ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നവരാ, നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടി. ഞങ്ങൾ ഇറങ്ങുകയാണ്, കാരണം ഇനിയിപ്പോൾ ലേറ്റായി കഴിഞ്ഞാൽ പണി പാടും എല്ലാവർക്കും. എനിക്ക് വേണ്ടിയാണ് ഇവർ ഇറങ്ങുന്നത്. ശരിക്കും ഇവരിവിടെ നിൽക്കാൻ വന്നതാണ്. എനിക്ക് എന്തായാലും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞു പോവാം. ഓക്കെ, എന്നാൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. यही है ना. ഒരു ചായ കൂടി കുടിച്ചിട്ട് പോവാം. ആ അതെ, മേലൊക്കെ പത്താ.
പിന്നെ ഉണ്ടല്ലോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ട്. ഹിമാചലിൽ എന്തിനാണ് വരുന്നത്? എന്നോട് ചോദിച്ചു, നീ മറ്റേ സ്റ്റഫും അടിക്കില്ല, മദ്യപിക്കുന്നില്ല, പിന്നെ എന്തിനാണ് ഹിമാചലിൽ വന്നത്? ഇവിടെ ഒരു എന്താ പറയണ്ടേ നിബന്ധനകളുമില്ല. ഹാഷ് ആയിക്കോട്ടെ, മലാന ക്രീം ആയിക്കോട്ടെ, എല്ലാവരും കയ്യിലിട്ട് ഇങ്ങനെ തിരുമ്പി ഇങ്ങനെ 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 ഇങ്ങോട്ടല്ല, മറ്റേ ചുരുട്ടില്ലേ അത്, പിന്നെ ആ പൈപ്പ് സാധനം ഒക്കെ ഉണ്ട് സാധനം. പിന്നെ എന്തോ ലഡു പോലെയൊക്കെ ആക്കിയിട്ട് തരുന്നു പറഞ്ഞു. ഓപ്പണാണ്, മദ്യപിക്കാനൊക്കെ ഏത് കടയിൽ പോയി കഴിഞ്ഞാലും എനിക്കിട്ട് അടിക്കാം. കഞ്ചി ആയിക്കോട്ടെ, സ്റ്റഫ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. ഞാൻ പറഞ്ഞതിൻ്റെ പുറമെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇതാ ഒരു സാധനം കാണിച്ചു തരാം. ഇതാണ് സാക്ഷാൽ മലാന ക്രീം. ഫ്രഷ് നമ്മുടെ നാട്ടിലെ കുറുന്തോട്ടി നടക്കുന്നുണ്ട്. इसका कितना पैसा होगा? ये 1 तोला मलाना में 5000. इसमें 5000. 5000 രൂപ കേട്ടോ ഇതുപോലൊരു ചെറിയൊരു റൗണ്ടിന് പൈസ. ട്രൈ നോക്കണം. ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഘോഷത്തിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഒരു അങ്ങ് അർമാദിക്കാണ് ജനം മുഴുവൻ ഇവിടെ. സ്റ്റഫ് ആയിക്കോട്ടെ, എന്ത് പണ്ടാരായിക്കോട്ടെ, ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, കപ്പിൾസ് ആയിക്കോട്ടെ, സോളോ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്.